ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട് പി എസ് സിയിൽ റിപ്പീറ്റായി ചോദിക്കാൻ സാധ്യതയുള്ള SCRT ഫിസിക്സ് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പാർട്ട് 4 ആണ് കേട്ടോ. പ്രീവിയസ് ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രകാശം അറിയപ്പെടുന്നത് എന്താണ്? ബഹിരാകാശം എന്നാണ് കേട്ടോ. ബഹിരാകാശം എന്നാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള അനന്തമായ ശൂന്യപ്രദേശം അഥവാ ശൂന്യപ്രകാശം അറിയപ്പെടുന്നത് എന്താണ്? ബഹിരാകാശമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം എന്ന് പറയുന്നത് ചന്ദ്രനാണ് കേട്ടോ. ചന്ദ്രൻ എന്താണ്? ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ്. ഓക്കെ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിൻ ആണ് കേട്ടോ. ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. ഓക്കെ ആണോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ്? വോസ്റ്റോൺ 1 ആണ് യൂറി ഗഗാറിനെ എവിടെ എത്തിച്ചത്? ബഹിരാകാശത്ത് എത്തിച്ച വാഹനം കേട്ടോ. സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനമാണ് വോസ്റ്റോൺ 1. ഓക്കെ, ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ് വിക്ഷേപിച്ചത് കേട്ടോ. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രകാശം അറിയപ്പെടുന്നത് ബഹിരാകാശം എന്നാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. ഈ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെ എത്തിച്ച വാഹനമാണ് വോസ്റ്റോൺ 1 കേട്ടോ. സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനമാണ് വോസ്റ്റോൺ 1. അങ്ങനെ 4 ക്വസ്റ്റ്യൻസും ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് എപ്പോഴാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്? 1961 ഏപ്രിൽ 12-നാണ് എത്തിയത് കേട്ടോ. മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ദിവസമാണ് 1961 ഏപ്രിൽ 12. നോട്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1 കേട്ടോ. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഈ സ്പുട്നിക് 1 എപ്പോഴാണ്? 1957 ഒക്ടോബർ 4-നാണ് സ്പുട്നിക് 1 വിക്ഷേപിച്ചിട്ടുള്ളത്. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. അത് വിക്ഷേപിച്ചിട്ടുള്ളത് 1957 ഒക്ടോബർ 4-നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ വാരം ആചരിക്കുന്നത് എപ്പോഴാണ്? എപ്പോ മുതലാണ് അന്താരാഷ്ട്ര ബഹിരാകാശം ആചരിക്കുന്നത്? ഒരു വീക്ക് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് കേട്ടോ. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ വാരം ആചരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് എപ്പോഴാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ വാരം എന്ന് പറയുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി 1959 ഒക്ടോബർ 10-നാണ് കേട്ടോ. ഒക്ടോബർ 10 നോട്ട് ചെയ്ത് വെച്ചോളൂ. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് 1959 ഒക്ടോബർ 10-നാണ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അല്ലെ. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. ഓക്കെ. ആദ്യ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച വർഷമാണ് 1975. 1975-നാണ് ഇന്ത്യ ബഹിരാകാശ രംഗത്തേക്ക് ആദ്യമായിട്ട് ചുവട് വെച്ചത്. ഓക്കെ. ദെൻ അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വർഷം എന്ന് 1958-നാണ് കേട്ടോ. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹമായ എക്സ്പ്ലോറർ 1 ഈ വർഷമാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വർഷം എന്ന് പറയുന്നത് 1958-നാണ്. ഈ വർഷം ആണ് എന്ത് വിക്ഷേപിച്ചത്? അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹമായ എക്സ്പ്ലോറർ 1 വിക്ഷേപിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം കേൾക്കുന്നതും കട്ടായി പോകുന്നതും ഒക്കെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ഏതാണ്? ലൈക്ക എന്ന നായയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയത് കേട്ടോ. ദെൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത്? 1969 ജൂലൈ 21-നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. എപ്പോഴാണ്? 1969 ജൂലൈ 21-നാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര നേട്ടങ്ങളിൽ ഒന്നാണ് ഇത് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തികൾ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനുമാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തികൾ. അതില് നീൽ ആംസ്ട്രോങ്ങിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ എഡ്വിൻ ബസ് ആൽഡ്രിനും ഉണ്ട് കേട്ടോ. രണ്ടുപേരുമാണ് ചന്ദ്രനിലുള്ളത്. ഓക്കെ ആണോ? അപ്പോളോ 2 ദൗത്യത്തിലൂടെയാണ് ഇവര് ചന്ദ്രനിൽ എത്തിയത് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യ ചന്ദ്രയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏതാണ്? അപ്പോളോ 2 ആണ്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ആദ്യ ദൗത്യമാണ് അപ്പോളോ 2 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ ചന്ദ്രയാത്രക്കിടയിൽ വാഹനം നിയന്ത്രിച്ചത് ആരാണ് ആദ്യ ചന്ദ്രയാത്രക്കിടയിൽ വാഹനം നിയന്ത്രിച്ചിട്ടുള്ളത്? മൈക്കൽ കോളിൻസ് ആണ് ആദ്യ ചന്ദ്രയാത്രക്കിടയിൽ വാഹനം നിയന്ത്രിച്ചിട്ടുള്ളത്. ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച കമാൻഡ് മൊഡ്യൂൾ നിയന്ത്രിച്ചത് മൈക്കൽ കോളിൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് വിക്രം സാരാഭായ് ആണ് കേട്ടോ. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക ശില്പിയാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക ശില്പിയാണ് വിക്രം സാരാഭായ്. ദെൻ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ISRO ആണ്. ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ISROയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നതാണ് കേട്ടോ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ചാന്ദ്രദിനം ആചരിക്കുന്നത് എപ്പോഴാണ് ചാന്ദ്രദിനം ആചരിക്കുന്നത്? ജൂലൈ 21-നാണ് ചാന്ദ്രദിനം ആചരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയെ കുറിച്ച് പഠിച്ചു. ISRO ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ ഇന്ത്യയുടെ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടോ? ഇല്ല. നമുക്ക് വേറെ കുറച്ച് രാജ്യങ്ങളുടെ കൂടെ ബഹിരാകാശ ഏജൻസികളെ കുറിച്ച് നോക്കാം. അമേരിക്ക, അതായത് USA ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? നാസ ആണ് കേട്ടോ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് ഫുൾ ഫോം. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് നാസയുടെ ഫുൾ ഫോം. അടുത്തത്, യൂറോപ്പിന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ESA ആണ് കേട്ടോ. യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നാണ് ഫുൾ ഫോം. യൂറോപ്പിന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ESA ആണ് കേട്ടോ. യൂറോപ്യൻ സ്പേസ് ഏജൻസി. അടുത്തത്, ജപ്പാന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം JAXA ആണ്. JAXA ആണ് കേട്ടോ. ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ചൈനയുടെ ഏതാണ്? CNSA ആണ് കേട്ടോ. ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് ചൈനയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര്. CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അടുത്തത്, റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. റഷ്യയുടെ ഏതാണ്? RSA ആണ് കേട്ടോ. RSA, റഷ്യൻ സ്പേസ് ഏജൻസി എന്നാണ് റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര്. മനസ്സിലായല്ലോ? ഇന്ത്യയുടെ ആണെങ്കിൽ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇന്ത്യയുടെ പഠിച്ചു ISRO, USA. അമേരിക്കയുടെ ആണെങ്കിൽ നാസ ആണ്. യൂറോപ്പിന്റെ ആണെങ്കിൽ ESA ആണ്. ജപ്പാന്റെ ആണെങ്കിൽ JAXA ആണ്. റഷ്യയുടെ ആണെങ്കിൽ RSA ആണ്. ചൈനയുടെ ആണെങ്കിൽ CNSA ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏവ? ഇന്ത്യ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് കേട്ടോ. ഇൻസാറ്റിന്റെ ഫുൾ ഫോം ആണ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇൻസാറ്റിന്റെ ഫുൾ ഫോം. ഓക്കെ. ഒരു മൾട്ടി പർപ്പസ് ഉപഗ്രഹ ശൃംഖലയാണിത്. അതുകൊണ്ട് തന്നെ വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം, ടെലിഫോൺ സേവനങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണം എന്നിവയ്ക്കെല്ലാം ഇൻസാറ്റ് ഉപയോഗിക്കാറുണ്ട്. അതേസമയം ഭൂവിഭവ പഠനത്തിന് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS. അപ്പോൾ നമ്മൾ ഇൻസാറ്റിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, IRSനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ഇനി മെറ്റ്സാറ്റ് ഉണ്ട്, എജുസാറ്റ് ഉണ്ട്. ഓക്കെ. നാലും എന്താണെന്ന് നമുക്ക് നോക്കാം. IRS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്നാണ് കേട്ടോ. IRSന്റെ ഫുൾ ഫോം ആണ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. ഇത് ഭൂവിഭവ പഠനം, കൃഷി പഠനം, വനവിഭവ പഠനം, ജലസ്രോതസ് പഠനം, ഭൂപ്രകൃതി നിരീക്ഷണം, ഇതിനൊക്കെയാണ് IRS, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത്, കാലാവസ്ഥാ പഠനത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് മെറ്റ്സാറ്റ് അഥവാ കൽപ്പന എന്ന് പറയുന്നത്. കാലാവസ്ഥാ പഠനത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് മെറ്റ്സാറ്റ് അഥവാ കൽപ്പന.
അടുത്തത് വിദ്യാലയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് എജുസാറ്റ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ വിദ്യാലയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് എജുസാറ്റ്. ക്ലിയർ ആണല്ലോ? ഇൻസാറ്റ് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം, ടെലിഫോൺ സേവനങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണം ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇൻസാറ്റ്. ഇനി IRS എന്ന് പറഞ്ഞാല് ഭൂവിഭവ പഠനം, കൃഷി പഠനം, വനവിഭവ പഠനം, ജലസ്രോതസ് പഠനം, ഭൂപ്രകൃതി നിരീക്ഷണം ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് IRS, ഇന്ത്യൻ റിമോട്ട് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തേതായിരുന്നു നമ്മൾ മെറ്റ്സാറ്റ് അഥവാ കൽപ്പന എന്ന് പറയുന്നത് കാലാവസ്ഥാ പഠനത്തിനാണ്. അടുത്തതാണ് എജുസാറ്റ്. എന്തിനാണ്? വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് എജുസാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേക്ഷണ പദ്ധതി ഏത്? ഏതാണ്? ചന്ദ്രയാനാണ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേക്ഷണ പദ്ധതി. അടുത്തത്, ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യം ഏത്? ഏതാണ് ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യം? ചന്ദ്രയാൻ 1 ആണ് കേട്ടോ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എപ്പോഴാണ്? ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22-നാണ് കേട്ടോ. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ദൗത്യം കൂടിയാണ് ചന്ദ്രയാൻ 1. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏതാണ്? മംഗൾയാൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമാണ് മംഗൾയാൻ. മംഗൾയാന്റെ മറ്റൊരു പേര് എന്താണെന്ന് അറിയോ? മോം, അതായത് മാർസ് ഓർബിറ്റർ മിഷൻ. മംഗൾയാന്റെ മറ്റൊരു പേരാണ് മോം ട്ടോ, മാർസ് ഓർബിറ്റർ മിഷൻ ചോദിച്ചിട്ടുള്ളതാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. എപ്പോഴാണ്? 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേക്ഷണ പദ്ധതി ഏതാണ്? നമ്മൾ പഠിച്ചു, ചന്ദ്രയാൻ 1 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ഇന്ത്യയുടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള. ബഹിരാകാശത്ത് യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ് കേട്ടോ. ബഹിരാകാശത്ത് യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള കേട്ടോ. എങ്ങനെയാണ് കൽപ്പന ചൗള മരണപ്പെട്ടത്? രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെട്ടാണ് മരണപ്പെട്ടത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ് കേട്ടോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വനിത ആരാണ്? സുനിത വില്യംസ് ആണ്. അതുപോലെ തന്നെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന ഇന്ത്യൻ വനിതയും സുനിത വില്യംസ് തന്നെയാണ് കേട്ടോ. മാറിപ്പോകരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വനിതയും സുനിത വില്യംസ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന ഇന്ത്യൻ വനിതയും സുനിത വില്യംസ് ആണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ്? സാറ്റേൺ 5 ആണ് കേട്ടോ. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റ് ആണ് സാറ്റേൺ 5.